വീട്ടിൽ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല ലളിതമായ ഒരു കൃഷി രീതിയാണ്. ആകെ വേണ്ടത് വൈക്കോല് അല്ലെങ്കിൽ കുറച്ച് അറക്കപ്പൊടി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കും. ഒരു ബെഡിന് നല്ല രീതിയിലുള്ള ഒരു ബെഡ് ആണെങ്കിൽ ഒരു കിലോയോളം കൂണ് നമുക്ക് പറിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലികളുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഇതിന്റെ കൂടെ നിൽക്കേണ്ട. നല്ല വരുമാനം മാർഗമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അച്ചാറ്, പായസം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അച്ചാറും പായസവും പറയാത്ത കാര്യങ്ങളാണ് അവര് പറഞ്ഞത്. ഇപ്പം പായസം ഉണ്ടാക്കിയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇന്ന് നമ്മൾ കൂൺ കൃഷിയാണ് പരിചയപ്പെടുന്നത്. ഇത് കൂൺ കൃഷി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് വിഷരഹിതമായ നല്ല ഒരു ഭക്ഷണമാണ്. അല്ല, കറിയായി ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ വറുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ് കൂൺ കൃഷിയും അതിൻ്റെ പരിപാലനവും. ഇത് നമ്മൾ എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോടിന്ന് സംസാരിക്കുന്നത് കൊല്ലം ജില്ലയുടെ ഇടമുളയ്ക്കൽ കൃഷി ഓഫീസറായിട്ടുള്ള അനീഷയാണ്. നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ കൂൺ കൃഷി ഒരുപക്ഷെ ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന, വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. ഈ കൂൺ കൃഷി എങ്ങനെ നമുക്ക് ലാഭകരമാക്കി മാറ്റാം? ഈ കൂൺ കൃഷിയുടെ ഓരോ ഘട്ടങ്ങൾ നമുക്കൊന്ന് വിവരിക്കാമോ? കൂൺ കൃഷിയുടെ ഘട്ടം എന്ന് പറയുമ്പം ആദ്യം നമുക്കിതിന് ചെയ്യാൻ വേണ്ടതെന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കച്ചിയാണ്. കച്ചിയിലും ചെയ്യാൻ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് കൊല്ലക്കാരെ കച്ചി എന്ന് പറയും, വൈക്കോൽ എന്ന് പറഞ്ഞു. വൈക്കോൽ എന്ന് പറയും, കച്ചി എന്ന് പറയും. പിന്നെ വേറെ അറിയത്തില്ല. പിന്നെ നമ്മുടെ അറക്കപ്പൊടി, റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ ചെയ്യുന്നവരുണ്ട്. ഈ രണ്ട് ടൈപ്പിലാണ്. കൂടുതലും കച്ചിയിലാണ് ആൾക്കാർ ചെയ്യാറുള്ളത്. അപ്പൊ കച്ചി ആദ്യം നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ നമ്മളത് മുക്കി വെക്കും. ബാരൽ പോലുള്ള വലുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബാരൽ പോലെ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചിയിൽ നമ്മൾ ഈ ചാഴിക്ക് അങ്ങനെയുള്ളതിനൊക്കെ മരുന്നടിക്കാറുണ്ട് ഇവര്. അതിന്റെ ഒരു അത് മാറാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതല്ലെങ്കിലും കച്ചി ഇതൊരു ഹാർഡായിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒരു മയം വരും കച്ചിയാണ്. പിന്നെ ആ കച്ചി തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആവി കയറ്റും. നമ്മൾ അല്ലെങ്കിൽ പണ്ട് നെല്ല് പുഴുങ്ങുന്ന ആവി കയറ്റും. അതാകുമ്പോൾ കുറച്ച് വെള്ളം മതി ആൾക്കാർക്ക് തീയുടെ ലാഭം, അങ്ങനെ വിറകിന്റെ ലാഭം ഒക്കെ. അത് പുഴുങ്ങുമ്പോ ഇതിനകത്ത് കുറെ കൂടെ അണുക്കളുണ്ടെങ്കിൽ ചാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൃത്തിയാക്കി ഇത് ഭയങ്കര വൃത്തിയിലുള്ള ഒരു സാധനം തന്നെയാണ്. നമ്മൾ ഇത് ഈ തടത്തിലോട്ട് കയറുമ്പോ തന്നെ നമ്മൾ ഈ കയ്യില് ഡെറ്റോളൊക്കെ തേച്ചിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫംഗൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ ചാൻസ്, പെട്ടെന്ന് ഈ തടം കറുത്ത് റെഡ് കളറൊക്കെ ആയിട്ട് നശിച്ചു പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കൂടുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് കൂടിന്റെ ഒരു തടം എന്നാ പറയുന്നത്. അത് ഒരു തടമാണ്, അല്ലെ തടം എന്നൊക്കെ നമ്മൾ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഈ വൈക്കോല് അല്ലെ കച്ചി എടുത്ത് വെള്ളത്തിലിട്ട് ഒരു ദിവസം ഫുള്ള് കുത്തി വെക്കും. പിറ്റേ ദിവസം നമ്മൾ അതിനെ മുഴുവൻ എടുത്ത് വീണ്ടും നമ്മൾ സ്റ്റീമിലിട്ട് നെല്ല് മുഴുവൻ പുഴുങ്ങി അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു ഉണക്കിയെടുക്കും. ഉണക്കിന്ന് വെച്ചാൽ നേരിട്ട് സൺ ഡയറക്റ്റ് ഒന്നും അടിക്കത്തില്ല. നമ്മളൊരു തണലത്തിട്ട് നമ്മുടെ നല്ല ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നല്ല പായിലോ വരമ്പിലോ, പരമ്പെന്നൊക്കെ പറയുമല്ലോ, പരമ്പ് അതിലോ ഇട്ട് എന്ന് വെച്ചാൽ പിഴിയുമ്പോ നമുക്ക് വെള്ളം കാണരുത്. എങ്കില് ഒരു ചെറിയൊരു നനവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കവർ കവർ ഉൾപ്പെടെയാണ് വിത്ത് വാങ്ങിക്കുന്നവർക്ക് ഇവർക്ക് ലഭിക്കുന്നത്. ആ കവറും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. കവറും പലയിടത്തുനിന്നും ഒക്കെ വരുന്നതല്ലേ. അപ്പൊ അതൊന്ന് ആ കവറെല്ലാം ഒന്ന് പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഓരോ ഹോള് വഴിയായിരിക്കും ഇത് ഇറങ്ങി വരുന്നത്. ഈ ഒരു മുട്ട്, ഈ മുട്ട് ഈ ഒരു മുട്ട കണ്ടോ, ഈ ഒരു ഹോള് വഴിയായിരിക്കും. അതിന് ഇവര് ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പഞ്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ എടുക്കാം. പഞ്ച് ചെയ്ത് വെക്കാമെങ്കിൽ ഇത് നല്ലതായിട്ട് ഇറങ്ങി വരും. ഈ ഇതിന്റെ മുട്ട നന്നായിട്ട് പിടിച്ചിറങ്ങി. ഇതിന്റെ ശരിക്കും പറഞ്ഞാല് അപ്പൊ ഇത് വൈക്കോൽ നിറച്ചതിന് ശേഷം നമ്മള് പണ്ട് നമ്മള് പണ്ട് കാലത്തുള്ള ഒരു ചുമ്മാട് എന്ന് പറയുന്നത്, അതുപോലെ ബണ്ടിലിങ്ങനെ എങ്ങനെ ലെയർ ആയിട്ടില്ല പത്തിരിക്ക് നമ്മൾ ചുറ്റുന്നത് പോലെ ഒരു കമ്പിനകത്ത് പിടിച്ച ഒരാൾ പിരിച്ചിട്ട് അങ്ങനെ നമുക്ക് ബണ്ടിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ കച്ചില് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സാധനം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇല്ല ഈ സൈഡിലാണ് നമ്മൾ, സെന്ററിലല്ല. നമ്മളിപ്പോ ഈ സാധനം വെക്കുമ്പോ ഈ സൈഡിലാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് വേണം ഇറങ്ങി വരാൻ, ഹോൾസിനകത്തൂടെ ഇറങ്ങി വരാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മളൊരു അഞ്ച് എത്ര ഗ്രാം വേണ്ടി വരും നമുക്ക്? അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂണിനകത്തുനിന്ന് ഒരു കവർ സ്പൂൺ വാങ്ങിച്ചാൽ 45 രൂപ 50 രൂപയാണ്
ഒരു കവർ സ്പൂണിന്റെ വില എന്ന് പറയുന്നത്. നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാം. 2 ബെഡ് ഉണ്ട്. ഒരു കച്ചിയുടെ രണ്ട് ബെഡ് ഉണ്ടാക്കാം. ശരിക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പൊ കച്ചി കുറവ്, തമിഴ്നാട്ടിൽ തരുന്ന കച്ചിയാ. അത് തന്നെ. എന്നിട്ട് ഇത് നമ്മൾ ഒരു തട്ടിടുന്നു, നമ്മളൊരു സ്പൂണ്. അത് നെല്ലിലും ഇവര് ചോളത്തിലുമാണ് ഈ സ്പോൺ ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റിഷ് കളർ ആയിരിക്കും നല്ല സ്പോൺ ആവുമ്പോൾ. അത് നമുക്ക് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സൈഡും ഭാരത്തിടുന്നു, അടുത്തത് വീണ്ടും വെക്കുന്നു, അതും പിന്നെ സൈഡിൽ ഇടുന്നു. അങ്ങനെ 5 ദിവസം സെന്ററിലാവുമ്പോൾ മേൽഭാഗം എത്തുമ്പോൾ നമുക്ക് സെന്ററിൽ കൂട്ടിക്കെട്ട് നമ്മൾ എത്ര ദിവസം ഈ കൂട്ടി കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ ഉറുമ്പൊന്നും കയറാതെ അതിനും വേണ്ട സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഉറുമ്പ് നമുക്ക് നമ്മുടെ ഒരു ടേബിളിന്റെ പുറത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഇത്. നമ്മുടെ വീടിന്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലേ, കാരണം ഉറുമ്പ് കയറാതെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളിത് പറഞ്ഞിരുന്ന ഈ കട്ട വെച്ചിട്ട് അടിയിൽ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ട വെച്ചിട്ട് അതിന്റെ മണ്ടയില് നമുക്ക് ചെയ്തെടുക്കാം. സിമ്പിൾ മെത്തേഡാണ്. പക്ഷെ വ്യാവസായമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയും. അത് നമ്മുടെ മിനറൽ വാട്ടർ ഇല്ലേ, അത് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഈ കച്ചില് നമ്മൾ ഈ കച്ചില് കണ്ടിച്ച് ഇറക്കിയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഹോള് നമ്മൾ ഇടണം. അതൊരു പഴിപ്പിച്ച് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഈ കച്ചിലിറക്കുന്നു, വീണ്ടും വിത്തിടുന്നു, വീണ്ടും കച്ചില, എന്നിട്ട് ഇത് നടുക്ക് വെച്ച് ഇങ്ങ് കൂട്ടിക്കെട്ടുക. ഈ കുപ്പി നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിളിന്റെ മണ്ടയിൽ ഇത് കിളിച്ചിറങ്ങിയിരിക്കും. ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മളിത് ബെഡ് നനച്ച് റെഡിയാക്കി വെച്ചാൽ എത്ര ദിവസം കൊണ്ട്? ഒരു 14 ദിവസം, പിന്നെ 14 ദിവസം വരെ ആകുമ്പോഴത്തെ 14-16 ദിവസം ഒക്കെ ആകുമ്പോൾ ഇതൊരു വൈറ്റിഷ് കളറിലോട്ട്, അതായത് ഈ കളറിലേക്ക് എത്തും. ഈ കളറിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ വന്ന് ഒരു 21 ദിവസം ഒക്കെ ആകുമ്പോൾ 22-23 ദിവസം തൊട്ട് നമുക്ക് പറിച്ചെടുക്കാം. അതായത് അതിനുശേഷം വരുന്ന ഫസ്റ്റ് ഇതുപോലുള്ള ഇതേ മുട്ടിലായിരിക്കും ആദ്യം ദിവസം. ഇവരാണ് ആദ്യം പുറത്ത് വരുന്നത്. ഇവരാണ് ആദ്യം കൊറോണയുടെ കൊറോണയുടെ ചേട്ടനായിട്ട് വരും. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ. അതിനുശേഷം പിന്നെ ഇതുപോലെ അതിനുശേഷം ഇങ്ങനെ വൈകിട്ടൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്പ്രേ ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് നമ്മുടെ ദേഹത്തടിക്കുന്ന സ്പ്രേയുടെ ഫോഴ്സിലുള്ള അതിലേ അടിച്ചു കൊടുക്കാം. വെള്ളം ഇങ്ങനെ 4 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. വെള്ളം നനവ് അന്നേരം ഇങ്ങനെ മുട്ട് വരുമ്പോഴും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ പുറത്തോട്ട് വരും. കേട്ടോ, പുറത്തോട്ട് വരുമ്പോൾ ഇതിൽ തട്ടായിട്ട് നല്ല ഭംഗി. ഇതാണ് ചിപ്പിക്കൂണല്ലേ? എത്ര തരം കൂണുകളുണ്ട് നമുക്ക്? ചിപ്പിക്കൂണുണ്ട്, പാൽക്കൂണുണ്ട്. പാൽക്കൂൺ എന്ന് പറയുന്നത് അത് മണ്ണ് വെച്ചൊക്കെ, അത് നമ്മുടെ പറമ്പിലൊക്കെ കിളിച്ചിറങ്ങി നിൽക്കത്തില്ലേ, കോട പോലെ, അതിന് മുട്ട് പോലെ. അതും ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. കൂടുതലും കർഷകർ പക്ഷേ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. മറ്റേത് മണ്ണ്, ചകിരിച്ചോറ്, അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ. കൂടുതലും നമ്മുടെ ഈ കൃഷിഭവന്റെ പരിധി കൂടുതൽ ആൾക്കാരും ഇതിലേക്കാണ്, ചിപ്പിക്കൂണിലേക്കാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വരുന്നു നമ്മൾ. അതുപോലെ തന്നെ ഇത് പ്ലക്ക് ചെയ്ത് ഇങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് ഇരുമ്പ് വെച്ച് അറുത്തെടുക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇതിന്റെ ബാലൻസ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൂണിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുഴുവാണ്. നമ്മുടെ പറമ്പിലൊക്കെ പിടിക്കുന്ന കൂണാണെങ്കിലും നമ്മൾ എടുത്തിട്ടേ അതിന്റെ ആ ഒരു സമയം ഇന്ന് നമ്മൾ കറി വെക്കേണ്ട ഒരു വൈകിട്ടൊക്കെ നോക്കുമ്പോൾ അത് പുഴുക്കാൻ. അതേ ഒരു ഇത് തന്നെയാണ് ഇതിനകത്തും. നമ്മളിത് ബാലൻസ് വെക്കരുത്. ഇങ്ങനെ പ്ലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കാൻ പറ്റും. അതെ ഇത് അടർത്തി കണ്ട മൊത്തത്തിൽ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിട്ടിങ് എടുക്കണം. ബാലൻസ് ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ അരിക്കുമ്പളൊക്കെ ഉണ്ടല്ലോ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നത്, മൂടോടെ എങ്ങനെ പിഴുതെടുക്കുക. അതുപോലെ പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചിങ്ങെടുക്കുക. ഇതെന്ന് പറയുന്നത് കൂണിന്റെ ഈ ഒരു കൂണെന്നല്ല, ഏത് കൂണാന്നേലും കൂണ് നമുക്ക് കറി വെക്കാം. അതുപോലെ ഇപ്പം ഇതിന് വാല്യൂ അഡീഷൻ പോലുള്ള ഇതുണ്ട്, ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കട്ട്ലറ്റ് കട്ട്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അച്ചാറ്, കൂണച്ചാറ്. അതുപോലെ നമ്മുടെ വേറെ ഈ ഉണക്കി ചായ, അതൊരു ഇടുക്കിയിലോ ഇത് ഒരു കർഷകൻ ചെയ്തായിട്ട് ഇത് ഉണക്കി ചായ പോലെ, ചായപ്പൊടി പോലെ. അത് ഭയങ്കര ഗുണമാണ്. അതുപോലെ സൂപ്പ്, നമ്മൾ ഹോട്ടലുകളിൽ ചെന്ന മഷ്റൂം സൂപ്പ് ഭയങ്കര, അത് ഈ കൂണാണ് ഉപയോഗിക്കുന്നത്. പാൽക്കൂണ് അങ്ങനെയുള്ള കൂണാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ സാധനമാണ്. ഇത് ഏത് പ്രായത്തിലുള്ളവരും കഴിക്കാം, എല്ലാ പ്രായത്തിലുള്ളവരും. നമ്മുടെ നാട്ടിൽ ഈ ചക്കയും നമുക്ക് മറ്റേത് സീസണുകളിലല്ലേ കിട്ടത്തുള്ളൂ. അരിക്കൂണായാലും മറ്റ് നമ്മുടെ ഈ ഒരു
ബ്രൗൺ കളറിലെ കൂൺ, അത് നമുക്ക് ഈ എന്താ പറയുക ഇടി വെട്ടുമ്പോ ഓട്ടുന്നതല്ലേ. ഇത് നമുക്ക് ഏത് സീസണിലും നമുക്കൊന്ന് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഏത് സമയത്തും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ സമയത്തൊക്കെ ആയിരിക്കും കൂണ് അത് അവർക്ക്, ഇത് നമുക്ക് ഏത് സമയത്തും കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ ബെഡെല്ലാം നനച്ചെടുത്ത് 12 മുതൽ 20 ദിവസം വരും. 20, 21, 23 ദിവസം തൊട്ട് 22, 23 ദിവസം നമ്മൾ ഇത് വെള്ളം എടുത്ത് പറിച്ചോണ്ടേയിരിക്കും. ഈ ഒരു ബെഡിൽ ഇത് നമുക്ക് എത്ര ഒരു ബെഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബെഡ് ആണെങ്കിൽ ഒരു കിലോയോളം കൂണ് നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ നമുക്ക് 1 കിലോ കൂണ് പൊതു വീണിൽ എത്ര രൂപയുണ്ട്? ഒരു 100 രൂപ വെച്ചാണ് ഒരു 200 ഗ്രാമിന് നമ്മള് കടകളിൽ നിന്ന്, അത്രയേ ഉള്ളൂ. അത് നമ്മളൊരു നല്ല ഒരു ഫാമിലിക്ക് 2 ദിവസം ഉപയോഗിക്കാം. അത് പിന്നെ ഈ പറയുന്ന പോലെ വഴട്ടി എങ്ങനെ നമുക്ക് ഏതൊരു ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെക്കാം, തീയില വയ്ക്കുന്ന പോലെ വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദമാവ് മുക്കിയിട്ട് വറുത്തെടുത്ത് കറുമുറാന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ മണ്ണി പിടിച്ച് കിടക്കുന്നത് ഇങ്ങനെ തുറി കെട്ടി തൂക്കിയിട്ടേക്കുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അതിശയമാണ് ഇത് കാണുമ്പോഴത്തേക്ക്. അപ്പോഴേ നമ്മൾ ഈ കൂൺകൃഷിയൊക്കെ ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് ഭയങ്കര ഇരുട്ട് മുറിയൊക്കെ വേണം, ആ മുറിയിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റൂ, വെട്ടത്തിരുന്ന ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? പറയുന്നത് ഡയറക്റ്റ് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കരുതെന്ന് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇരുട്ട. പിന്നെ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഇപ്പൊ ഉള്ള വെളിച്ചമുണ്ട്, ആ വെളിച്ചമൊക്കെ വരുമ്പോ അതിനകത്തൂടെ വെട്ടം ചൂട്. അപ്പൊ കൂടുതൽ ഇവർക്ക് തണുപ്പാണ് ആവശ്യം. മനസ്സിലായോ? തണുപ്പാണ് ആവശ്യം. പിന്നെ നമുക്ക് ഈ കവറുകളിലെ ഈ ബ്ലാക്ക് കവർ അതിട്ടങ്ങ് മൂടി കെട്ടി വെച്ചാലും മതി, കൊല പഠിപ്പിക്കാൻ. ഡയറക്റ്റ് സൺലൈറ്റും വെട്ടമൊന്നും അടിക്കില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പിന്നെ ഈ ബാസ്ക്കറ്റിൽ നമ്മളെ തുണിയൊക്കെ ചെറിയ അതില് വരെ ചെയ്യുന്നവരുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട് ഇത് ബോക്സിനകത്ത് ചിലര് തടങ്ങള് ഉണ്ടാക്കാൻ വയ്യാത്തവര് തടങ്ങള് മേടിച്ചിട്ടേ ബോക്സിനകത്ത് ഇറക്കി ചെയ്തവരുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവാതെ അതിനുള്ള ഇയാൾ കയറി അങ്ങ് പോകും. എന്നിട്ട് ഇത് തുരട്ടി തിന്നും. അതാണ് ഒരു വിഷയം. അടിച്ചോണ്ട് പോയി. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പന്നി ശല്യം എന്ന് പറയുന്ന പോലെ എറുമ്പ് ശല്യമാണ് ചെറിയ പ്രശ്നം. അതിന് നമ്മൾ എന്ത് മരുന്ന് ഇതിന്റെ ഉപയോഗിക്കുന്നത്? അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി. വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്താൽ മതി. അപ്പൊ ഉറുമ്പിന്റെ കുറച്ച് ശല്യം അങ്ങ് മാറിക്കില്ല. ഇതിങ്ങനെ ഇതിലെ വലിയ അറ്റാക്ക് ആവത്തില്ല. ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും ഈ ഒരു 22 ദിവസത്തിന് വരെ നമ്മൾ ഈ ഇരുട്ടുള്ള മുറി അല്ലെങ്കിൽ വലിയ സൂര്യപ്രകാശം ലഭിക്കാത്ത സൂര്യപ്രകാശം ഇതൊക്കെ ഇവര് വ്യാപകമായിട്ട് ഇവരൊക്കെ എന്ന് പറയുന്നത് 5-6 ബെഡിൽ നിന്ന് തുടങ്ങിയവരാണ്. 250-350 ബെഡ് വരെയായി. അപ്പൊ ഓരോ വട്ടം ചെയ്യുമ്പോഴും അവർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്തു നോക്കാം. അവര് അല്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. അപ്പൊ അവർക്ക് ഇതായിട്ടുള്ള ഐഡിയകൾ പിന്നെ അങ്ങ് വരും. നമ്മളെക്കാട്ടി കൂടുതൽ ഐഡിയ പിന്നെ അവർക്കായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ ഈ ഇതിപ്പോ പറയാ ആ ഒരു ഇരുട്ട് മുറിയിൽ വെക്കാതെ നമുക്ക് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ച് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പല മെത്തേഡുകളുണ്ട്, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും നമുക്കൊരു 22 ദിവസം വരെയുള്ള വലിയ ആയാസപരമായ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല വലിയ ആയാസം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലികളുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഇതിന്റെ കൂടെ നിൽക്കേണ്ട. നമുക്ക് ഒരു രാവിലെയും വൈകിട്ടും മാത്രം ബാക്കി എല്ലാ ജോലിയും. പക്ഷെ വേറെ ഏത് ജോലിക്ക് നമ്മൾ പോയാലും നമുക്ക് അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ കൂടെ നമ്മുടെ സൈഡ് ബിസിനസ് ആയിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്ക് മാത്രമേ അച്ഛന്മാർക്കും ഇടയ്ക്ക് എന്നെ ഒരു മിസ് വിളിച്ചായിരുന്നു, ഒരു കോളേജിന്റെ മർത്തോമ കോളേജ് തിരുവല്ല. അവര് പറഞ്ഞ അവരുടെ കുട്ടികളെയും കൊണ്ട് കോളേജ് സ്റ്റുഡൻസിനെയും കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. വിദ്യാർത്ഥികൾക്കും ഇത് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അവര് വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, മേഡം ഇത് എങ്ങനെയാണ് വിത്ത് എവിടുന്ന് കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞു അത് ആ സമയമാകുമ്പോഴത്തേക്ക് പറഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ രീതികൾ പറഞ്ഞു തരാം. അപ്പൊ അവര് ചെയ്തിട്ടുണ്ട്. അവർ 1-2 ബെഡ് വീട്ടിൽ ചെയ്തു. അപ്പം മേഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോ അത് എങ്ങനെയാ അതിന്റെ സംശയങ്ങൾ കാണുമല്ലോ. നമുക്ക് ഇപ്പൊ എത്ര അറിവുണ്ടെങ്കിലും നമ്മളെക്കാട്ടി അറിവുള്ളവർ കാണും. ഈ നമ്മളെക്കാട്ടി കൂടുതൽ അറിവ് കർഷകർക്കായിരിക്കും. അവർക്ക് നമുക്കറിയാത്ത കല ടെക്നിക്കലും അവർക്കറിയാം. അപ്പം അവർക്കറിയാം. എന്നാൽ പോലും അവർക്കറിയാത്ത കാര്യങ്ങൾ എന്റെ അടുത്തൊന്നും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. ഇതിപ്പോ ഒരു സാധാരണ കർഷകരും എനിക്കുള്ള സംശയമാണ്, എവിടെ നിന്ന് നമുക്ക് ഇതിന്റെ വിത്ത് സംഘടിപ്പിക്കാൻ പറ്റും? ഈ വിത്ത് നമ്മൾ കൊണ്ടുവന്നാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക്
വിളവെടുക്കാൻ പറ്റും. അതൊക്കെ ഒരു സാധാരണ കർഷകൻ പെട്ടെന്ന് ഒരാൾ അറിയാൻ പറ്റും ഇത് കൂൺ കൃഷിയെക്കുറിച്ച് പിന്നെ പരിചയപ്പെടാൻ പോകുന്ന ഒരാളുടെ മനസ്സിലൊരു സംശയമാണ്. അപ്പോൾ നമുക്ക് വിത്ത് നമുക്ക് കൃഷിഭവനാണോ കൊടുക്കുന്നത് അതോ മറ്റെവിടെന്നെങ്കിലും ആണോ? നമുക്ക് KVK സദാനന്ദപുരം, കൊട്ടാരക്കര സദാനന്ദപുരമാണ് നമ്മൾ കൃഷിഭവന്റെ. അത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് 10 ബെഡ് വേണം, ഇത് കൂൺ വിത്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രജിസ്റ്റർ ചെയ്തിടണം. അപ്പൊ അതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഈ കർഷകരുമായിട്ട് കോൺടാക്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ കൃഷിഭവൻ വഴി ഇതിന് വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? കൃഷിഭവൻ വഴിയില്ല സാറേ. കൃഷിഭവനിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവർ ആ വിത്ത് ഓരോ ജില്ലയിലും ഓരോ എല്ലാ ജില്ലകളിലും കിട്ടും കേരളത്തില്. അവർക്കറിയാം, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാം ഈ വിത്തിന്റെ കിട്ടുന്ന എവിടെ ആയിരിക്കും കൂടുതൽ അവൈലബിലിറ്റി. അപ്പൊ നമ്മള് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒരു കൂൺ കർഷകനാകണമെങ്കിൽ ഏറ്റവും എളുപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസറുമായി ബന്ധപ്പെടുക. അവരിപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെടും, ജില്ലാ ഡിവിഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ എവിടെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്ത് വാങ്ങി ഇത്തരത്തിലുള്ള കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ലാഭകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അല്ലേ ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഇവിടെ എല്ലാം മനോഹരമായ ബെഡെല്ലാം ഒരുക്കി ഇതിന്റെ കൂൺഗ്രാമം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ 2024-25 വർഷത്തെ ഏരൂര്, നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല അത് സംസ്ഥാനതല ഉദ്ഘാടനം. അതില് നമ്മുടെ വടക്കം ജില്ലയിലൊക്കെയുള്ള നല്ല കൂൺ കൃഷിയില് ലക്ഷങ്ങൾ വരുമാനം മേടിക്കുന്ന ആൾക്കാർക്ക് അവിടെ വെച്ച് അവാർഡ് കൊടുക്കുകയും അത് സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെയാണ് നടന്നത്. അതിനുശേഷമാണ് ഈ ആൾക്കാർ കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ കൃഷിഭവൻ മുഖേന എടുക്കുന്നതും അതിലേക്ക് വന്നവരാണ് ഈ മറ്റ് നമ്മുടെ വീട്ടമ്മമാരൊക്കെ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ അടുത്തിടെ നമ്മൾ ചെയ്ത ഒരു വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇത് ഈ കൂൺ അവരുടെ ആവശ്യത്തിനൊക്കെ ആയിട്ടും ചെയ്യാൻ താല്പര്യപ്പെട്ടു. അത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം അല്ല അങ്ങനെയല്ല, നമ്മൾ ആ ഒരു കൊടുത്ത ഒരു ക്ലാസ്സില് ആരും നിഷേധിച്ചില്ലല്ലോ, അത് ഏറ്റെടുക്കാനായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാ സംശയങ്ങൾക്കും നിവാരണം തരാൻ നമ്മളുടെ കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലുള്ള കൃഷി ഓഫീസിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അനീഷ നമുക്ക് കൂടെ ഉണ്ട്. അതിനൊരു ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ അപ്പോഴേ നമുക്ക് ഇതൊക്കെ കൂടെ മനോഹരമായി സെറ്റ് ചെയ്ത് ഇതിന്റെ കർഷകരെ നമുക്കൊന്ന് പ്രേക്ഷകരൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെയാണ് എന്നെക്കാട്ടി മുന്നേ കാണിക്കേണ്ടത്, അവരെയാണ്. അവരുടെ ഒരു പ്രയത്നമാണ് ഈ കാണുന്നതെല്ലാം. നമ്മളിത് പറഞ്ഞു കൊടുത്ത് അവരാണ് ഈ ചെയ്തിട്ടേക്കുന്നതും, അവരെയാണ് എന്നെക്കാട്ടി കുഞ്ഞിനെ അവരെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമുക്ക് അവരെ കൂടെ വിളിക്കാം. ഓക്കെ, വാ. അപ്പോൾ നമ്മുടെ കൃഷി അസിസ്റ്റന്റ് ഓഫീസറുടെ വാക്കുകൾ കേട്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വിളവെടുത്ത് 100 മേനി വിളവെടുത്ത രണ്ട് വീട്ടമ്മമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശരിക്കും നമസ്കാരം. ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം എന്താ? നമ്മള് മക്കളൊക്കെ പോയതിനു ശേഷം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് വിചാരിച്ച് ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കാൻ പോയപ്പം നമുക്ക് തോന്നി നമുക്ക് കൂടെ ഇങ്ങനെ കുറച്ച് കൂടുതൽ വെച്ച് കുറച്ച് ബെഡ് ചെയ്തതായിരുന്നു. ഇപ്പം നമ്മള് 100-500ഓളം ബെഡുകൾ ചെയ്യുന്നുണ്ട്. നല്ല വരുമാന മാർഗമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അച്ചാറ്, പായസം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അച്ചാറും പായസവും ആണല്ലേ? അപ്പൊ നമ്മൾ ഈ അടയ്ക്ക് പകരം ഇത് ഇടും. ഇത് ഉണക്കത്തൊന്നുമില്ല, അല്ലാതെ വേവിച്ച് നെയ്യില് വറുത്തിട്ട് ഇതിടും. അതൊന്നും പറ, പായസം ഉണ്ടാക്കുന്ന അത് കേക്കട്ടെ. ഇതെടുത്ത് നമ്മൾ കഴുകിയെടുത്തിട്ട് നമ്മള് നെയ്യില് വറുക്കും. വറുത്ത് കോരിയിട്ട് പിന്നെ പാലും അടയ്ക്ക് പകരം ചേർത്തിട്ട് ചവ്വരിയും പിന്നെ ഇട്ട് മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കും. അച്ചാറുണ്ടാക്കുന്നത് അച്ചാറുണ്ടാക്കും. അമ്മ പറ, ഈ അച്ചാറുണ്ടാക്കുന്നത് പറ. സാധാരണ നമ്മുടെ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെ അത് പ്രയോഗിക്കുന്നത് ഇത് മാത്രം കൂണ് ആണ് അതിന് മെയിനായിട്ട്. മാങ്ങയ്ക്ക് പകരം നമ്മൾ കൂണ് ഉപയോഗിക്കും, ബാക്കിയെല്ലാം അച്ചാറിന്റെ രീതിയിൽ തന്നെ ചെയ്യുന്നതല്ലേ? അപ്പൊ നമ്മൾ പായസവും അച്ചാറും ഒക്കെ, അച്ചാറിനാലും വായിലൊക്കെ വെള്ളം വരുന്നില്ലേ? പിന്നെ അച്ചാർ കൂട്ടുമ്പോൾ പ്രത്യേകതയല്ലേ ഉണ്ടല്ലേ? ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവര് പറഞ്ഞത്. ഇപ്പൊ പായസം ഉണ്ടാക്കിയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിന് കൊടുത്തില്ല, ഫെസ്റ്റിന് കൊണ്ടുപോയല്ലേ. തടിക്കാട് സ്കൂളിലെ
വേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പായസം വെച്ച് കൊണ്ടുപോയി അങ്ങനെ എല്ലാവരും മേടിച്ച് അന്നത്തെ താരം നമ്മുടെ മഷ്റൂം പായസമായിരുന്നു അല്ലേ? അതാരും കുടിച്ചിട്ടില്ല ഇതുവരെ, ആദ്യമായിട്ടാണ് അന്ന് നമ്മൾ കൊണ്ടുപോയാണ്. അല്ല, ഇതൊരു നല്ല ഇൻഫർമേഷനാണ് കേട്ടോ. നമുക്ക് ഈ കൂൺ വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചക്കപ്പായസം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വെറൈറ്റി ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കൂൺ പായസം. അതുകൊണ്ട് ഈ കൂൺ കൃഷിയിലേക്ക് എല്ലാ വീട്ടമ്മമാരല്ല വീട്ടച്ഛന്മാർക്കും മക്കളുമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന, നല്ല ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ബെഡിൽ നിന്ന് എത്ര രൂപയുടെ ഇത് കിട്ടിയിട്ടുണ്ട്? 1 കിലോളം ഒരു ബെഡിൽ നിന്നും കിട്ടും നമുക്ക്. ഒരു ബെഡിൽ നിന്ന് കിട്ടും. ഇപ്പോൾ 1 കിലോയ്ക്ക് ഇതായിട്ടാണ് കിട്ടുന്നത്, പല തവണകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അന്നേരം ഏകദേശം 1 കിലോ കിട്ടും. അത് 1 കിലോ കൂടുതൽ ബെഡിൽ നിന്ന് കിട്ടാനുണ്ട്. ചില ബെഡിൽ നിന്നൊക്കെ 1 കിലോ കൂടുതൽ കിട്ടും. ചിലതിലൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞാലും മറ്റതുകൊണ്ട് നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. 1 കിലോ കിട്ടും, 1.25 കിട്ടും. തൂക്കം നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റും. പല കണക്കിനല്ലേ എടുക്കും, പല പ്രാവശ്യമായിട്ട് എടുക്കുന്നത്. നമുക്ക് തൂക്കം കൃത്യം ഏകദേശം നമുക്ക് 1 കിലോ എന്തായാലും കിട്ടും. ഏകദേശം എന്തായാലും. ഇപ്പോൾ 1 കിലോ ഈ മഷ്റൂമിന് പൊതുവിപണിയിൽ എത്ര രൂപ നമുക്ക്? നമ്മൾ ഒരു 200 ഗ്രാമിന് 100 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 200 ഗ്രാമിന് 100 രൂപ വെച്ചിട്ട്. അപ്പം 500 രൂപയാവും ഒരു കിലോയ്ക്ക്. 500 രൂപ കിട്ടും നമുക്ക് 1 കിലോ കൂണിന് കിട്ടും. നമുക്ക് ഒരു ശരാശരി ചിലപ്പം ഒരു 3 കിലോ 5 കിലോ കൂണൊക്കെ കിട്ടും. ആണല്ലയോ? അല്ല, നമുക്ക് ഇപ്പം ഇത് ഒരു ബെഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവാകും? നമുക്ക് ഒരു 100 രൂപയ്ക്കകത്ത് ചിലവാകും. അത്രയും രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് 500 രൂപയുടെ കൂടുതൽ ഇതിന് വൃത്തിയാണ് ആവശ്യം. വൃത്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നശിച്ചു പോകും വേഗം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് 100 രൂപ ചിലവാക്കിയാൽ നമുക്ക് 500 രൂപ ഒരു ബെഡിൽ നിന്ന് ലഭിക്കും. അത് ചെറിയ കാര്യമല്ല. നമുക്ക് മറ്റെല്ലാ ജോലിയും ചെയ്യുന്നതിൻ്റെ കൂടെ ജസ്റ്റ് സീരിയൽ കണ്ടോണ്ടിരിക്കും വേണമെങ്കിൽ നമുക്ക് ബെഡ് നിറയ്ക്കാം അല്ലേ? അങ്ങനെയല്ല, എന്നാലും അതിന് ഒരു ഇതുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കൂൺ കൃഷിയിൽ വളരെ ലാഭകരമായ, ശരിക്കും പറഞ്ഞാൽ 100 മേനി വിളവെടുത്ത വെറൈറ്റി വിഭവങ്ങൾ, അച്ചാറും പായസമൊക്കെ ഉണ്ടാക്കി 2 മിടുക്കിമാരായ 2 വീട്ടമ്മ, ഒരു അമ്മയും അമ്മയുടെ ഒരു സുഹൃത്തും ഒക്കെയാണ് നമ്മളോടൊപ്പം ചേർന്ന് അവരുടെ ഈ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, നമുക്ക് കൂൺ കൃഷിയിലേക്ക് തിരിഞ്ഞ് പോകേണ്ട കാലം അതിക്രമിച്ചു. പ്രത്യേകിച്ച് അറിയാം, കേരളത്തിൽ കിട്ടുന്ന മുഴുവൻ പച്ചക്കറിയും തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാർ നല്ല വിഷമടിച്ച് നമുക്ക് കൊണ്ടുതരുന്നത്. ആ സമയത്താണ് നമുക്കിനി ആകെ വിഷമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഏക പദാർത്ഥങ്ങളിലൊന്ന് ഈ കൂണും പിന്നെ നമ്മുടെ ഈ ചക്കയുമാണ്. ആ അവസ്ഥയിലേക്ക് പോയി. ഇനി എന്താ പറയാനുള്ളത്? സാറേ, അത് മാത്രമല്ല, നമ്മള് ഇവർക്കൊരു പ്രോത്സാഹന രീതിയിൽ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നുവെച്ചാൽ ഇവർക്ക് ഈ ഒരു കൂണിനകത്ത് മാത്രം നമുക്ക് വരുമാനം ചില എത്ര ബെഡുകൾ ശരിയായി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ അവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ജനകീയാസൂത്രണത്തിൽ പ്രോജക്റ്റ് ഉണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും അങ്ങനെ ഉണ്ടോ? അതോ ജനകീയാസൂത്രണം എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളിൽ പ്രോജക്റ്റ് വെക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കൃഷിയുടെ ഇതിനനുസരിച്ച് ഉണ്ട്. SHM പ്രോജക്റ്റില് മഷ്റൂം ചെയ്യുന്നതിനുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭവനിൽ നിന്നല്ലേ കൃഷിഭവനുമായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കൃഷിഭവനിൽ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇത്ര ബെഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന് ട്രെയിനിങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. തീർച്ചയായും ചെയ്തു തരും, സഹായം ചെയ്തു തരും. പണ്ടെന്നല്ല, ഉദ്യോഗസ്ഥരെല്ലാരും വളരെ ജെന്റിൽമാൻമാരാണ് അല്ലേ? എല്ലാം മിടുക്കരും മിടുമിടുക്കളുമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കൃഷിഭവനിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, ബ്ലോക്കിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. നമുക്ക് അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുത്തു. നമുക്ക് താല്പര്യമുള്ളവരെ എല്ലാം ചേർത്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഇവർക്ക് 1-2 അല്ലേ ട്രെയിനിങ് കിട്ടിയില്ല, 1-2 ട്രെയിനിങ്. അപ്പൊ നമുക്ക് ഈ കൂൺ കൃഷിയെ ബന്ധപ്പെട്ട് ഇപ്പൊ പ്രവാസ ലോകത്ത് നിന്ന് ധാരാളം ആളുകൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര്, അത് പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളടക്കമുള്ള ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ വീട്ടിൽ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല ലളിതമായ ഒരു കൃഷി രീതിയാണ്. ആകെ വേണ്ടത് വൈക്കോല് അല്ലെങ്കിൽ കുറച്ച് അറക്കപ്പൊടി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കും.